പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാരൂപിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. വിശുദ്ധ യാക്കോബ് എഴുതിയ ലേഖനം അധ്യായം 1 9-ാം വാക്യം. ദാരിദ്ര്യവും സമ്പത്തും എളിയ സഹോദരൻ പോലും തനിക്ക് ലഭിച്ചിരിക്കുന്ന ഔന്നത്യത്തിൽ അഭിമാനിക്കട്ടെ. ധനവാൻ താഴ്ത്തപ്പെടുന്നതിൽ അഭിമാനിക്കട്ടെ. എന്തെന്നാൽ പുല്ലിൻ്റെ പൂവ് പോലെ അവൻ കടന്നു പോകും. സൂര്യൻ ഉഗ്രപ്രതാപത്തോടെ ഉദിച്ചുയർന്ന് പുല്ലിനെ ഉണക്കിക്കളയുന്നു. അതിൻ്റെ പൂവ് കൊഴിഞ്ഞു വീഴുന്നു. സൗന്ദര്യം അസ്തമിക്കുകയും ചെയ്യുന്നു. ഇപ്രകാരം ധനികനും തൻ്റെ ഉദ്യമങ്ങൾക്കിടയ്ക്ക് മങ്ങി മറഞ്ഞു പോകും. എളിയ സഹോദരൻ പോലും തനിക്ക് ലഭിച്ചിരിക്കുന്ന ഔന്നത്യത്തിൽ അഭിമാനിക്കട്ടെ. ഒന്നിനും ഉപകരിക്കാത്തവരായിട്ട് ദൈവം ആരെയും സൃഷ്ടിച്ചിട്ടില്ല. നമ്മൾ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളത് പോലെ എല്ലാവർക്കും ദൈവം കഴിവുകൾ കൊടുത്തിരിക്കുന്നു. അതിനകത്ത് ധനവാനും ദരിദ്രനും അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ ഒരുത്തിന് ധനമുണ്ടെങ്കിൽ മറ്റൊരുവന് ആരോഗ്യമാകും കൊടുത്തിരിക്കുന്നത്. ഒരുത്തിന് ബുദ്ധിശക്തിയാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ വേറൊരുത്തിന് ചിലപ്പോൾ പെയിൻറ്റിങ്ങിനുള്ള ഇതായിരിക്കും കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരുത്തനൊരു അടിപൊളി കൽപ്പണിക്കാരനായിരിക്കാം, അല്ലെങ്കിൽ ആശാരിയായിരിക്കാം. ഒരുത്തനൊരു വലിയ കോടീശ്വരനായിരിക്കാം, ബിസിനസ്സുകാരനായിരിക്കാം. അപ്പോൾ എളിയ സഹോദരൻ പോലും തനിക്ക് ലഭിച്ചിരിക്കുന്ന ഔന്നത്യത്തിൽ അഭിമാനിക്കട്ടെ. ഇതിനകത്ത് ഔന്നത്യമെന്ന് പറയുന്നത് വേറൊരു കാര്യമുള്ളത്, ഈ സാധാരണ മനുഷ്യനും ക്രിസ്തുവിനെ അറിയാൻ കഴിഞ്ഞവനും ക്രിസ്തുവിൻ്റെ ജ്ഞാനമുള്ളവൻ ഔന്നത്യത്തിൽ വസിക്കുന്നു. ക്രിസ്തുവിനെ അറിയാത്തവർ ഇപ്പോഴും അന്ധകാരത്തിലാണ്. അപ്പം അതങ്ങനെ നമുക്ക് വ്യാഖ്യാനിച്ചെടുക്കാം. അപ്പോൾ എളിയ സഹോദരൻ പോലും തനിക്ക് ലഭിച്ചിരിക്കുന്ന ഔന്നത്യത്തിൽ അഭിമാനിക്കട്ടെ. എത്ര ചെറിയ കാര്യമായാലും, എത്ര ചെറിയ ഒരു ഉന്നതിയാണെങ്കിലും അതിനകത്ത് നമുക്ക് ക്രിസ്തുവിനെ പ്രതി നമുക്ക് അഭിമാനിക്കാം. ഇന്ന് ജോലിയുള്ളതിനെ പ്രതി നമുക്ക് അഭിമാനിക്കാം. ജോലി ചെയ്യാൻ ആരോഗ്യമുള്ളതിനെ പ്രതി നമുക്ക് അഭിമാനിക്കാം. ക്രിസ്തുവിനെ അറിയാൻ സാധിക്കുന്നതിനെ പ്രതി നമുക്ക് അഭിമാനിക്കാം. ക്രിസ്തുവിൻ്റെ സമാധാനത്തിൽ വർത്തിക്കുവാൻ സാധിക്കുന്നതിന് നമുക്ക് അഭിമാനിക്കാം. നമുക്ക് എത്രയോ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ തന്നെയും അഭിമാനിക്കാൻ എന്തോരം വകയാണ് നമുക്കുള്ളത്. അപ്പോൾ എളിയ സഹോദരൻ പോലും തനിക്ക് ലഭിച്ചിരിക്കുന്ന ഔന്നത്യത്തിൽ അഭിമാനിക്കട്ടെ. ആരും ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സോടുകൂടെ ഞാൻ ഒന്നിനും കൊള്ളില്ല, എനിക്ക് ഇന്ന കുറവുകളാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊന്നും ജീവിച്ച് തീർക്കേണ്ടതല്ല നമ്മുടെ ജീവിതം. അപ്പോൾ നമുക്ക് ക്രിസ്തുവിനെ പ്രതി നമ്മുടെ നില എന്തു തന്നെ ആയിരുന്നാലും നമുക്ക് അഭിമാനിക്കാൻ വകയുണ്ട്. വീണ്ടും പറയുന്നു, ധനവാൻ താഴ്ത്തപ്പെടുന്നതിൽ അഭിമാനിക്കട്ടെ. എന്തെന്നാൽ പുല്ലിൻ്റെ പൂവ് പോലെ അവൻ കടന്നു പോകും. സൂര്യൻ ഉഗ്രതാപത്തോടെ ഉദിച്ചുയർന്ന് പുല്ലിനെ ഉണക്കിക്കളയുന്നു. അതിൻ്റെ പൂവ് കൊഴിഞ്ഞു വീഴുന്നു. സൗന്ദര്യം അസ്തമിക്കുകയും ചെയ്യുന്നു. ഇപ്രകാരം ധനികനും തൻ്റെ ഉദ്യമങ്ങൾക്കിടയ്ക്ക് മങ്ങി മറഞ്ഞു പോകും.
എത്രയോ ധനികന്മാർ പെട്ടെന്ന് പോകുന്നത് നമ്മൾ കണ്ടു. അടുത്ത് തന്നെ ഡൊണാൾഡ് ട്രംപ് എന്ന കോടീശ്വരൻ ഇലക്ഷൻ വെക്കുമ്പോൾ ഒരു പൊട്ടിക്കാണ് ആ വെടിയുണ്ട അവനെ വെക്കാതെ അവൻ്റെ ചെവിയുമ്മ തട്ടിയാണ് പോയത്. അത് കുറച്ചും കൂടി മാറിയിരുന്നെങ്കിൽ പുള്ളി തീർന്നു പോയേനെ. അപ്പോൾ ധനവാൻ, അപ്പോൾ ആരാണ് ധനവാൻ? അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഹൂ ഇസ് റിച്ച്, പിന്നെ റിച്ച് മാൻ പുവർ, റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്നൊക്കെ പറഞ്ഞ പുസ്തകത്തിലൊക്കെ ഈ റോബർട്ട് കയസാക്കി ധനവാനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആരാണ് ശരി യഥാർത്ഥത്തിൽ ധനവാൻ? വലിയ കാർ ഓടിക്കണവരാകണമെന്നില്ല, വലിയ വീടുകളിൽ ആകണമെന്നില്ല, ഭയങ്കര ആഡംബരത്തിൽ ജീവിക്കുന്നവർ ആകണമെന്നില്ല. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ധനവാൻ ഇപ്പോഴും 2 ബെഡ്റൂം 2 ബെഡ്റൂം ഹൗസിലാണ് താമസിക്കുന്നത്. ഇപ്പോഴും പുള്ളി വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന പഴയ കാറാണ് ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ധനവാന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ ജോലി ചെയ്യുന്നത് നിർത്തിക്കഴിഞ്ഞാൽ എത്ര ദിവസം നമുക്ക് ഇതേപോലെ ഇതിൽ ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് ഒന്നും കുറയ്ക്കാതെ എത്ര ദിവസം നമുക്ക് ജീവിക്കാൻ സാധിക്കും? അതാണ് ധനത്തിൻ്റെ ഡെഫിനിഷൻ. ഇന്ന് ജോലി അല്ലെങ്കിൽ ധനസമ്പാദനം ഇന്ന് നിർത്തിക്കഴിഞ്ഞാൽ എത്ര ദിവസം നമുക്ക് ഇതേപോലെ ജീവിക്കാൻ സാധിക്കും? ഇപ്പൊ കർത്താവ് ഇവിടെ പറയുന്നത്, തലമുറകൾക്ക് ജീവിക്കുവാനുള്ള സമ്പത്തൊക്കെ കുന്നുകൂട്ടി വെക്കുമ്പോൾ നമ്മുടെ മനസ്സ് അതിനകത്ത് പെട്ടു പോകരുത്. നമ്മൾ താഴ്ത്തപ്പെടുന്നതിൽ അഭിമാനിക്കട്ടെ. ഇപ്പൊ ഈ ധനത്തിൻ്റെ ഒരു അഹങ്കാരം നമ്മളെ പിടികൂടരുത്. എത്ര എത്ര ധനം നമുക്കുണ്ടാകുന്നുവോ അത്രമാത്രം വിനീതനാകുവാൻ നമ്മൾ പഠിക്കണം. അത് നമ്മുടെ തലയ്ക്ക് പിടിക്കരുത്. ധനത്തിൻ്റെ അഹങ്കാരം നമ്മളെ പിടികൂടി കഴിഞ്ഞാൽ കർത്താവിന് പിന്നെ നമ്മളിൽ പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. അഹങ്കാരികളെ കർത്താവ് വെറുക്കുന്നു. അപ്പോൾ പിന്നെ പറയുന്നു, ധനവാൻ അവൻ്റെ ധനസമ്പാദനത്തിൻ്റെ തിരക്ക് പിടിച്ച പാച്ചിലിനിടയിൽ ഒരു ദിവസം മാഞ്ഞു പോകും. നമ്മൾ എത്രയൊക്കെ എക്സിക്യൂട്ടീവ്സിനൊക്കെ ഇപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് സാപ്പ് ലാബ്സിൻ്റെ CEO ഒക്കെ ജിമ്മിനകത്ത് ട്രെഡ്മില്ലിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വീണ് മരിച്ചു പോകുന്നു. ചെറുപ്പക്കാരൻ, 10-35 വയസ്സുള്ളൂ. അപ്പം ഇങ്ങനെ ധനം പിടിച്ചടക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടുന്നതിനിടയിൽ പലപ്പോഴും ധനവാൻ അസ്തമിച്ചു പോകും. ഇപ്പം 2 കാര്യങ്ങളാണ് ഇന്നത്തെ വചനത്തിൽ നമ്മൾക്ക് വെളിപ്പെട്ട് കിട്ടുന്നത്. എത്ര എളിയവനാണെങ്കിലും, എളിയ സഹോദരൻ പോലും തനിക്ക് ലഭിച്ചിരിക്കുന്ന ഔന്നത്യത്തിൽ അഭിമാനിക്കട്ടെ. ക്രിസ്തുവിനെ അറിയാൻ സാധിക്കുന്നതിനെ പ്രതി, ക്രിസ്തുവിൻ്റെ ജ്ഞാനം ലഭിക്കുന്നതിനെ പ്രതി അഭിമാനിക്കട്ടെ. കാരണം അത് ക്രിസ്തുവിനെ അറിയാനുള്ള ഒരു ഭാഗ്യം നമുക്ക് ലഭിച്ചല്ലോ. അതുപോലെ എത്രമാത്രം ധനം കുന്നുകൂടിയാലും താഴ്ത്തപ്പെടുന്നതിൽ അഭിമാനിക്കട്ടെ. കൂടുതൽ എളിമയുള്ളവരാവുക. സർപ്ലസ് ആയിട്ടുള്ള ധനമൊക്കെ നമുക്ക് ജീവിക്കാനുള്ളതല്ല. നമ്മുടെ ആവശ്യങ്ങൾ കഴിഞ്ഞ് സർപ്ലസ് ആയിട്ടുള്ളത് എല്ലാം ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ, ക്രിസ്തു പറഞ്ഞ രീതിയിലൊക്കെ ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ ഒന്നുമില്ലാത്തവൻ ക്രിസ്തുവിൽ
ഔന്നത്യം ക്രിസ്തുവിലുള്ള ഔന്നത്യത്തിൽ അഭിമാനിക്കട്ടെ. അതുപോലെ ധനവാന്മാർ ഏറ്റവും എളിമയോടെ വർത്തിക്കട്ടെ. ഇന്ന് ഈ വചനമൊക്കെ നമ്മളുടെ ഉള്ളിലേക്ക് കയറും എന്നുള്ളതിനൊക്കെ 100% നമ്മുടെ മജ്ജയും മാംസവും എല്ലാം തുളച്ച് നമ്മുടെ സന്ധിബന്ധങ്ങളിലേക്ക് കയറി നമ്മുടെ ചിന്തകളെയും പ്രവൃത്തികളെയും ഒക്കെ മാറ്റുമെന്നുള്ളത് വളരെ ക്ലിയറാണ്. അപ്പം ഇന്ന് രസകരം എന്ന് പറയാൻ പറ്റില്ല. കാറിൻ്റെ എയർ ചെക്ക് ചെയ്തിട്ട് കുറേ നാളായി. ഇവിടുത്തെ പെട്രോൾ പമ്പിൽ, തൊട്ടടുത്തുള്ള പെട്രോൾ അടിക്കുന്ന പമ്പിൽ നൈട്രജൻ എയർ വരുന്നില്ല. അത് കേടായി കിടക്കായിരുന്നു. അപ്പം ഇന്ന് അത് ശരിയായിട്ടുണ്ട്, അടിക്കാന്ന് എഴുതി അവിടെ പോയപ്പോൾ ഒരു ഹിന്ദിക്കാരൻ, അപ്പം അവനത് അടിച്ചു. അവൻ്റെ അടിക്കലിൽ നിന്നൊക്കെ മനസ്സിലായി അവനെല്ലാം കഴിഞ്ഞെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് എന്തൊരു സംശയം തോന്നി. നോക്കിയ പിന്നെ വേറൊരാളും കണ്ടപ്പോൾ ഉണ്ടായി, നാട്ടുകാരൻ. അപ്പോൾ ഈ റീഡിംഗ് ഒന്നുമല്ല, വെറുതെ ഇങ്ങനെ വെച്ചിട്ട് കുചുകുചാന്നിട്ട് ഇങ്ങനെ എതിരെ എയർ അടിക്കുക, എന്നിട്ട് എല്ലാം ഓക്കെ എന്ന് പറഞ്ഞ് വിടുക. ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒന്നും ഓക്കെ അല്ല. പിന്നെ രണ്ടാമത് അവനെ കൊണ്ട് എല്ലാം കറക്റ്റായിട്ട് അടുപ്പിച്ചു. എന്നിട്ട് ഒരു ടയറിൽ അതിൻ്റെ ക്യാപ്പ് അഴിക്കാനായിട്ട് അവൻ ക്യാപ്പൊന്നുമല്ല അഴിക്കുന്നത്, വെറുതെ ഇങ്ങനെ പിടിച്ച് എന്തൊക്കെ പിടിച്ച് തിരിക്കുന്നു. അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ തൊട്ട് കഴിഞ്ഞപ്പോഴേക്കും അതിങ്ങോട്ട് അഴിഞ്ഞു പോകുന്നു. എനിക്ക് ദേഷ്യം വന്നു കേട്ടോ. പക്ഷെ ഇതെല്ലാം റീവർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുക. നമ്മളെങ്ങനെയെങ്കിലും വീടത്തണമെന്ന് പറഞ്ഞാൽ വരുന്നു. പെട്ടെന്ന് എനിക്ക് തോന്നി, ഇവൻ ദൈവത്തിൻ്റെ പുത്രനാണ് കേട്ടോ. ഇവൻ്റെയും കാവൽ മാലാഖമാർ കർത്താവിൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. അവന് ഒരു നിവൃത്തിയും ഇല്ലാത്തത് കൊണ്ടല്ലേ അവൻ ഈ ജോലിക്ക് വന്നിരിക്കുന്നത്. അവന് വേറെ എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ അവൻ ഈ അന്യനാട്ടിൽ വന്നിട്ട് ഈ ജോലിക്ക് വേണ്ടി വരുമോ? പെട്ടെന്ന് എൻ്റെ ദേഷ്യമൊക്കെ പമ്പ കടന്നു. ദേഷ്യം അനുകമ്പയ്ക്ക് വഴിമാറി. അവനും പറഞ്ഞു, ഞാൻ പുതിയതായിട്ട് ജോയിൻ ചെയ്താണ്, എനിക്കിത് അറിയില്ല. പാൻപരാഗ അടിക്കുന്നുണ്ട്. അപ്പോൾ അവന് ഒരു നൈസായിട്ട് ഇതിരി ടിപ്പൊക്കെ കൊടുത്തു. പക്ഷേ പെട്ടെന്ന് ദേഷ്യമാണ് എനിക്ക് വന്നത്. ഇത്രയും വേഷം കെട്ടായിരുന്നു അവിടെ കിടന്നു. പെട്ടെന്ന് എനിക്ക് തോന്നി, പാവം അനുകമ്പ എന്നെ കീഴടക്കി. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. അപ്പോൾ ഈ വചനം വെറുതെ ഇങ്ങനെ വായിച്ച് വിടാനുള്ളതല്ല. അതായത് വചനം വായിച്ച് നമ്മൾ ധ്യാനിച്ച് കഴിയുമ്പോൾ ക്രമേണ അത് നമ്മുടെ ജീവിതം തന്നെ മാറ്റി മറിക്കും. ഇന്ന് കർത്താവ് പറയുന്നു, നിങ്ങൾ ഏറ്റവും ചെറിയവനാണെങ്കിലും നിങ്ങളത്ര മോശക്കാരനൊന്നുമല്ല. തനിക്ക് ലഭിച്ചിരിക്കുന്ന ഔന്നത്യത്തിൽ അഭിമാനിക്കട്ടെ. ക്രിസ്തുവിനാൽ ലഭിച്ചിരിക്കുന്ന ഔന്നത്യത്തിൽ അഭിമാനിക്കട്ടെ. അതുപോലെ നിങ്ങൾക്ക് സാമ്പത്തികമൊക്കെ ആയിട്ടും അല്ലെങ്കിൽ അറിവൊക്കെ ആയിട്ടും എത്ര വലിയ സ്ഥാനമാനങ്ങളുണ്ടെങ്കിലും നിങ്ങൾ എളിമപ്പെടട്ടെ. ഏറ്റവും കൂടുതൽ എളിമയോടെ ജീവിക്കുവാൻ പഠിക്കട്ടെ. ഇതിനുള്ള കൃപ സർവേശ്വരൻ നമ്മൾക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ഗോഡ് ബ്ലെസ്.